16 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കി കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. 1000 കോടി രൂപയുടെ ബാധ്യതയാണ് ക്ഷേമനിധി ബോർഡിന് ഇപ്പോഴുള്ളത്. വിവിധ ആനുകൂല്യങ്ങളും മുടങ്ങിയതോടെ ഈ ഓണക്കാലവും നിർമ്മാണ തൊഴിലാളി പെൻഷൻകാർക്ക് പ്രതിസന്ധിയുടേതാണ്. 2024 മാർച്ചിൽ വിതരണം ചെയ്യേണ്ട പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനമായത് കഴിഞ്ഞ ദിവസമാണ്. അത് ഇതുവരെ വിതരണം ചെയ്തു തുടങ്ങിയിട്ടില്ല. ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്കുള്ള ചികിത്സാ ധനസഹായവും മുടങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ വർഷം ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യേണ്ട ആനുകൂല്യങ്ങളാണ് മറ്റൊരു ഓണക്കാലമാകുമ്പോഴും എന്ന് വിതരണം ചെയ്യും എന്ന ആശങ്കയിൽ നിൽക്കുന്നത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് പിരിഞ്ഞ 3,80,000 ആളുകളാണുള്ളത്. ഒരാൾക്ക് 1,600 രൂപ നിരക്കിൽ പെൻഷൻ വിതരണം ചെയ്യാൻ ഒരു മാസം 60 കോടി 80 ലക്ഷം രൂപ വേണം. ഒരാൾക്ക് മാത്രം 25,600 രൂപയാണ് ഇപ്പോൾ കുടിശ്ശിക. ക്ഷേമനിധി പെൻഷനും ആനുകൂല്യങ്ങളും മുടക്കമില്ലാതെ നൽകാൻ മാർച്ചിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചെങ്കിലും നടപ്പായില്ല. മൊത്തം ബോർഡിൽ ഏകദേശം 21 ലക്ഷം തൊഴിലാളികളാണുള്ളത്. അതിൽ 3,80,000 പേര് പെൻഷനായിട്ടുണ്ട്. ഇത് പ്രകാരം ഇപ്പോൾ 16 മാസം, ഈ ഓഗസ്റ്റ് മാസം കൂടെ പൂർണ്ണമായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 17 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. അതോടൊപ്പം തന്നെ വിവിധ ആനുകൂല്യങ്ങൾ, നമ്മൾ മാരക രോഗങ്ങൾ പിടിപെട്ട തൊഴിലാളികൾ, ആ തൊഴിലാളികൾ മരണപ്പെട്ടു പോയിട്ട് പോലും ആ തൊഴിലാളികളുടെ കുടുംബത്തിന് ആ ആനുകൂല്യം കൊടുക്കാൻ ബോർഡിന് കഴിഞ്ഞിട്ടില്ല. മരണാനന്തര ചികിത്സ, വിവാഹ ആനുകൂല്യങ്ങളും മുടങ്ങിയിട്ടുണ്ട്. ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് 100 കോടി രൂപയും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് 150 കോടി രൂപയും വായ്പയെടുത്താണ് മാസങ്ങൾക്ക് മുൻപ് കുറച്ച് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തത്. 2015-ൽ 897 കോടി രൂപ ബോർഡിൽ നീക്കിയിരിപ്പുണ്ടായിരുന്നു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.